വാങ്ങിക്കൂട്ടിയിരിക്കുന്ന ഡ്രസ്സുകൾ മുഴുവൻ അലമാരയിൽ അനങ്ങാതിരിക്കല്ലേ? എന്നിട്ടൊരു 4-5 സാരി മാറി മാറി ഉടുക്കും. ചോദിച്ച എന്താ പറയൂ? സ്കൂൾ ടീച്ചറാണ്, ഒരുപാട് ആഡംബരം പാടില്ലെന്ന്. അത് പിന്നെ അങ്ങനെയല്ലേ വേണ്ടത്. കുഞ്ഞുങ്ങളുടെ മുന്നില് നമ്മൾ നമ്മുടെ സൗന്ദര്യം പ്രദർശിപ്പിക്കാനൊന്നും പോകുന്നതല്ലല്ലോ. സാരിയുടെ കാര്യം പറഞ്ഞിട്ടാണെങ്കിലും നെറ്റീച്ചൊന്നും മിണ്ടി തുടങ്ങിയല്ലോ. അതാ ശരിക്കും നന്നായത്. എനിക്ക് മിണ്ടുന്നതിന് എന്താ കുഴപ്പം? നീ എന്താ വിചാരിച്ചേ? നിന്റെ കല്യാണക്കാര്യത്തിൽ എനിക്കൊട്ടും സന്തോഷമില്ലെന്നാണോ? എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ മനുവിനോട് പറഞ്ഞിട്ടുണ്ട്. അത് നീ അവനോട് ചോദിച്ചാ മതി. പുറത്തൊന്ന് പോവാന്ന് പറയുന്നത് അങ്കിളിന് എന്നോട് എന്തോ കാര്യമായിട്ട് സംസാരിക്കാനുള്ളതുകൊണ്ട്. ആ സംസാരം ഒരിടത്തും എത്തില്ല. പിന്നെ എന്തിനാ വെറുതെ? താൻ കൊള്ളാവലോടോ. സത്യം പറയാലോ, മുൻപൊക്കെ തന്നെ കാണുമ്പോ എനിക്ക് വല്ലാത്തൊരു കോൺഫിഡൻസ് ഫീൽ ചെയ്തിരുന്നു. എന്തും നേരിടാനുള്ള ഒരു ധൈര്യം, നല്ല ഉറച്ചൊരു മനസ്സ് എല്ലാം ഉണ്ടായിരുന്നു തനിക്ക്. ഒറ്റയടിക്ക് അതൊക്കെ എവിടെയോ പോയി. എന്താ ഹരി, ഞാൻ പറഞ്ഞ ശരിയല്ലേ? എടോ, താൻ എന്തായാലും വാ. മനസ്സിൽ ചില കാര്യങ്ങൾ തോന്നിയാ അത് പറഞ്ഞു തീർന്നില്ലെങ്കിൽ ശരിയാവില്ല. എങ്കിൽ ഞാനൊന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വരാം. ശരിയെന്നാ. നീ എന്താ ഇവിടെ വന്നിരിക്കുന്നത്? ഒന്നുമില്ല. ജ്യോതിയുടെ വിവാഹം നടക്കുന്നതിൽ നിനക്ക് എന്തെങ്കിലും എതിരഭിപ്രായമുണ്ടോ? ഇല്ല. എന്നിട്ട് അങ്ങനെയല്ലല്ലോ നിന്റെ പെരുമാറ്റം. ഒരു കാര്യത്തിലും ഒരു ഉത്സാഹവും ഇല്ല. എല്ലാ കാര്യത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നത് പോലെ ഒരു സംസാരം. എന്താ അതിന്റെ കാരണം? അതിന്റെ കാരണം അമ്മയ്ക്ക് അറിയാവുന്നതല്ലേ? ആദിയുടെ കാര്യമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതെനിക്ക് മനസ്സിലാവും മോളെ. പക്ഷേ അതുമാത്രമാണോ? വേറെ എന്തൊക്കെയോ പ്രശ്നങ്ങളില്ലേ നിന്റെ മനസ്സിൽ? അതൊന്ന് തുറന്നു പറയണമെന്ന് തോന്നുന്നില്ലേ മോൾക്ക്? അമ്മയോട് പറഞ്ഞൂടെ? അമ്മേ, ഞാൻ വഴക്ക് പറയും, കുറച്ചു നേരം മിണ്ടാതിരിക്കും. അതൊന്നും ദേഷ്യം കൊണ്ടല്ല മോളെ, അമ്മയ്ക്ക് നിന്നോടുള്ള ഇഷ്ടത്തിന്റെ അളവ് കൊണ്ട്. ദൈവങ്ങളോട് സത്യങ്ങൾ നിനക്ക് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അമ്മ ഇങ്ങനെ നിന്റെ മുന്നിൽ നിന്ന് നീറുന്നത് എന്റെ മോൾക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്ന് വേദനിച്ചിട്ട. മുൻപൊക്കെ നീ ഒരു വാക്ക് പറയാൻ തുടങ്ങിയ അതിന്റെ ബാക്കി അമ്മയ്ക്ക് പറയാൻ പറ്റുമായിരുന്നു. എന്തിന്? നീ ഒരു സ്വപ്നം കണ്ടാ പോലും അതിന്റെ അർത്ഥം അമ്മ അങ്ങോട്ട് അങ്കിൾ
ഒലിച്ചു പോവും. അത്രയ്ക്ക് കുത്തി കൊള്ളുന്നുണ്ട് നെഞ്ചിൽ.